എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ വൻപയർ വെച്ചൊരു നല്ലൊരു കറിയാണ് കേട്ടോ. ഈ ടേസ്റ്റിയായ കറി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. കാരണം ഇതിൻ്റെ വറവാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും കാണുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് മത്തങ്ങ എടുത്ത് ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 50 ഗ്രാം വൻപയർ ഞാൻ തലേ ദിവസം തന്നെ കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് രണ്ടും ഒരുമിച്ചാണ് വേവിച്ച് കൊടുക്കുന്നത്. കാരണം വൻപയർ കുതിർത്ത് വെച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് ഒരു 2 വിസിൽ വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ ഞാൻ ചിരകിയത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 സ്പൂൺ നല്ല ജീരകമാണ്. ഇനി ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു 4-5 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. ഈ സമയം കൊണ്ട് നമ്മുടെ പയറും മത്തങ്ങയും എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ പയറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പച്ചമണം എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് വറവിട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള 1 സ്പൂൺ ചമ്പാവരിയാണ് കേട്ടോ. അത് ചോറ് വയ്ക്കുന്ന ഏതരി വേണമെങ്കിലും ഇടാം, പച്ചരി ഇടരുതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ പാൻ ചൂടായ ശേഷം ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ കടുക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഈ അരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴുകിയിട്ട് അതൊന്ന് വെള്ളമെല്ലാം ഒന്ന് ഒപ്പി കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക, പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വരും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അതുകൂടി വട്ടത്തിൽ അരിഞ്ഞതുകൂടി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്, ആദ്യമേ ഉള്ളി ഇടണമായിരുന്നു. ഉള്ളി ഇട്ട് മൂത്തതിന് ശേഷം അരി ഇട്ടാൽ മതിയായിരുന്നു. പെട്ടെന്ന് അങ്ങ് ഇട്ട് പോയതാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട 2 സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 വറ്റൽമുളകൊന്ന് പൊട്ടിച്ചത് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും. പാകത്തിനുള്ള മൂപ്പേ ആകാവുള്ളൂ. പകുതി മൂപ്പാവുമ്പോൾ തന്നെ നമ്മൾ ഈ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂടിൽ തന്നെ ഇത് മൂത്ത് കിട്ടും. ഇതുപോലെ മൂത്ത് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് വേവിച്ച് വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെക്കണം കേട്ടോ. കാരണം അതിൻ്റെ സ്മെല്ലെല്ലാം കറിയിൽ തന്നെ തങ്ങി നിൽക്കണം. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്നെങ്കിൽ നമ്മൾ ഊണ് കഴിക്കാൻ നേരത്ത് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അപ്പം നമ്മളിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഈ മത്തങ്ങ പയർ ഇതുപോലുള്ള കറികളൊക്കെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ വറവിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പം ഇതിന് വളരെയധികം നല്ല ടേസ്റ്റും പോഷകഗുണങ്ങളും ഉള്ളൊരു കറിയാണ് കേട്ടോ. നമ്മൾ എരിശ്ശേരി എന്ന് പറയാൻ പറ്റില്ല. എരിശ്ശേരിക്ക് വേറെയും കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് എരിശ്ശേരിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. എരിശ്ശേരി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ വിധത്തിലാണ് ഓരോരോ കറികളും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നാളത്തെ ഊണിന് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഈ മത്തങ്ങ പയർ വെച്ചിട്ടുള്ള ഈ കറി തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.